ഹായ് ഹലോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പൂം ചിന്നിന്റെ സഹായത്തോടെ പാട്രിക്കിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവനോട് കള്ളത്തരം പറയുന്നുണ്ട്. അവർ തമ്മിൽ എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി പൂമിന്റെ എല്ലാ കാര്യങ്ങളും പാട്രിക്ക് നോക്കണമെന്ന്. പൂമിനെ ചിൻ സഹായിച്ചത് കൊണ്ട് തന്നെ ചിന്നിനെയും തിരിച്ചു പൂം സഹായിക്കുകയാണ്. അവനും ജോളിക്കും സംസാരിക്കാനായിട്ട് ചെറിയ ചാൻസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പൂമിന് കിൻ ഒരു ജോലി ഓഫർ ചെയ്യുമ്പോഴേക്കും പാട്രിക്ക് പറയുന്നുണ്ട് അവൻ ഇവിടെ ഓൾറെഡി ജോലി കൊടുത്തു കഴിഞ്ഞുന്ന്. അങ്ങനെ അവന്റെ ബാറില് പൂവിന് ജോലി കിട്ടുകയാണ്. അവസാനം നമ്മൾ കണ്ടത് റണ്ണിന്റെയും സെന്നിന്റെയും സ്ഥലം നോക്കിക്കൊണ്ട് ഒരാൾ പറയുകയാണ്, ഈ സ്ഥലം ഒരാഴ്ചക്കുള്ളിൽ എന്റെ പേരിലാവണം. അവർ ഈ സ്ഥലം എനിക്ക് തരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ കൊന്നു കളഞ്ഞിട്ടായാലും എനിക്ക് ഈ സ്ഥലം വേണമെന്ന്. അയാൾ തിരികെ പോകുമ്പോഴാണ് ജോളി അയാളെ കാണുന്നതും അയാൾ ആരാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നതും. ഉടനെ തന്നെ സെന്നിന്റെയും റണ്ണിന്റെയും മിക്സിന്റെയും അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവരെ മാറ്റി നിർത്തി പറയുകയാണ്, ഗായ്സ്, ഞാൻ ഇപ്പോൾ തന്നെ ഒരു വാമ്പയറിനെ കണ്ടു. അത് മറ്റാരും ആയിരുന്നില്ല, ആ വിച്ചനായിരുന്നു. നിങ്ങൾക്ക് അയാൾ അറിയില്ലേ? നമ്മുടെ വാമ്പയർ ലോകം കീഴടക്കാനായിട്ട് അയാൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അയാളുടെ അതിക്രൂരമായ നടപടികൾ കാരണം വാമ്പയർ ലോകത്തിൽ നിന്ന് തന്നെ അയാളെ പുറത്താക്കിയതാണ്. പക്ഷെ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞു. ഇനി ചിലപ്പോൾ അയാൾ മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ട് ഈ മനുഷ്യലോകത്തിൽ വന്ന് താമസിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ വാമ്പയർ ലോകത്തിലുള്ള എല്ലാവരും ഒരുപാട് സൂക്ഷിക്കണം. അയാൾക്ക് അധികാരം കിട്ടാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോഴാണ് റൺ പറയുന്നത്, ജോളി, നിനക്ക് ഒട്ടും ബുദ്ധിയില്ലേ? ഇത് മനുഷ്യലോകാണ്. നമുക്കറിയുന്നതല്ലേ, നമ്മൾ വാമ്പയർ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരാൾ മനുഷ്യലോകത്തിലും ജീവിക്കുന്നു. ചിലപ്പോൾ മനുഷ്യനായിട്ടുള്ള വീച്ചനെയായിരിക്കും നീ കണ്ടിട്ടുണ്ടാവാ. അതും പറഞ്ഞുകൊണ്ട് അവരെല്ലാരും സമാധാനിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അവർ കണ്ടത് വാമ്പയർ ആയിട്ടുള്ള വീച്ചനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ വാമ്പയർ പോലീസുകളിലെ കുറച്ചു പേർക്കറിയാം, പണ്ടത്തെ അധികാരിയായിട്ടുണ്ടായിരുന്ന വിജൻ മരിച്ചിട്ടില്ല. അതിനു പകരം ആരുടെയൊക്കെയോ സഹായത്തോടെ അയാൾ മനുഷ്യലോകത്തിൽ ഒളിച്ചു താമസിക്കുകയാണെന്ന്. പോലീസുകാർ മനുഷ്യലോകത്തിലേക്ക് വന്നത് ഈ 5 പേരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, അതിനോടുകൂടെ തന്നെ ആ വിജനെയും കൊണ്ടുപോകണം. വിജനെ കണ്ടുപിടിച്ച് തിരിച്ചു വാമ്പയർ ലോകത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമാണ് അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും ഇപ്പോൾ വാമ്പയർ ലോകം ഭരിക്കുന്ന ജനറലിന് ആരാണ് അധികാരം കൊടുത്തതെന്നും അവരുടെ പഴയ ഗവർണർക്ക് എന്താണ് സംഭവിച്ചതെന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജോളി ഇപ്പോൾ ചിന്നിന്റെയും മായുടെയും അടുത്തേക്ക് പോയേക്കുവാണ്. അവർ രണ്ടുപേരും അങ്ങോട്ട് വന്നിട്ടുള്ളത് ജോളിയുമായിട്ട് ഡേറ്റിങ്ങിന് പോകാനാണ്. പക്ഷെ ജോളിക്ക് എന്തായാലും രണ്ടുപേരുടെ കൂടെ ഡേറ്റിങ്ങിന് പോകാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ചെറിയൊരു മത്സരം വെക്കുന്നുണ്ട്. ഇന്ന് ഓൺലൈനിലൂടെ ആരാണോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്നത് അയാളുടെ കൂടെ ഡേറ്റിങ്ങിന് പോകാന്ന്. അങ്ങനെ അവിടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പാട്രിക്ക് നമ്മുടെ പൂമിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. പൂമാണെങ്കിൽ അവൻ ഉണ്ടാക്കില്ല എന്നും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ പൂം സമ്മതിക്കുന്നവരെ പാട്രിക്ക് ഒരുപാട് കിസ്സുകൾ കൊടുക്കുവാണ്. അങ്ങനെ അവസാനം നമ്മുടെ പൂമും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാമ്പയർ പോലീസുകൾ മനുഷ്യലോകത്തിൽ എത്തിക്കഴിഞ്ഞു ആ വാച്ചിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോലീസുകളെയും അയാളുടെ ആളുകൾ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓഫീസറിന് ഒരുപാട് പരിക്കുകൾ പറ്റിയത് കൊണ്ട് തന്നെ അവളുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അവനെ മരുന്ന് വെച്ചു കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന്. പക്ഷെ ഓഫീസർ വേണ്ടെന്ന് പറയുമ്പോഴേക്കും ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ അവന്റെ ഡ്രസ് എല്ലാം അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്നാണ് അവർ ഒരുപാട് ക്ലോസ് ആകുന്നതും അവർക്ക് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാവുന്നതും. നമ്മുടെ പാവം ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് ആ മരുന്നെല്ലാം അറിയാതെ താഴ്ത്തു വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഇനി നീ തന്നെ മരുന്ന് തയ്ച്ചാൽ മതിയെന്ന്. ഓഫീസറാണെങ്കിൽ അവനിപ്പോ എന്താ പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അവിടെ പൂമും പാട്രിക്കും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് പൂം പറയുകയാണ്, എനിക്ക് റെഡ് വൈൻ കുടിക്കേണ്ട സമയമായെന്ന്. പാട്രിക് ചോദിക്കുന്നുണ്ട്, പൂം, നീ എന്തിനാ ആ വൈൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്? ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ? പൂം പറയാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ അറിയാത്ത ഒരു കാര്യമില്ല. ആ വൈൻ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് മാത്ര. പക്ഷെ ഈ വൈൻ്റെ കാര്യം എന്താ ആർക്കും അറിയാത്തത്?
ഇതാർക്കും കൊടുക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാട്രിക് പറയുകയാണ്, അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വൈനാണ്, അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അത് കൊടുക്കാറുള്ളൂ. പൂമാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ മത്സരം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. മിക്സ് റണ്ണിനോട് സെന്നിനോട് ചോദിക്കുകയാണ്, ഇതിൽ ആരാ ജയിക്കാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോന്ന്. പക്ഷെ അവർ രണ്ടുപേരാണെങ്കിൽ മിക്സ് പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പകരം അവരുടെ ലോകത്ത് തന്നെ ഒരുപാട് ബിസി ആയിട്ട് നിൽക്കുവാട്ടോ. സെന്നാണെങ്കിൽ റണ്ണിനൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. മിക്സ് പെട്ടെന്ന് നീ ഇപ്പൊ എന്താ ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവര് പറയുന്നുണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ലാന്ന്. മിക്സ് ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്താ ചെയ്തേന്ന്. എന്നിട്ട് അവൻ നീ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവര് കിസ് ചെയ്തത് മിക്സ് കണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ റണ്ണിനും കുറച്ചൊക്കെ നാണം വന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ മത്സരമെല്ലാം അവസാനിക്കുകയാണ്. ജയിക്കുന്നത് മായായിരിക്കും. അതുകൊണ്ട് തന്നെ ജോളി ഇന്ന് ഡേറ്റിങ്ങിന് പോകുന്നത് മായയുടെ കൂടെയാണ്. ചിന്നിനാണെങ്കിൽ നല്ല വിഷമുണ്ടെങ്കിലും അവനിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ പൂമിനാണെങ്കിൽ കിന്നിന്റെ കോള് വരികയാണ്. പൂമിനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കിന്ന് അവൻ എങ്ങോട്ടോ വിളിക്കുന്നുണ്ട്. പാട്രിക്കിനാണെങ്കിൽ പൂമിനോട് പോവണ്ടെന്ന് പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പൂം കിന്നിനെ കാണാനായിട്ട് പോകുകയാണ്. എന്നാൽ പാട്രിക് ആവട്ടെ പൂം എങ്ങോട്ടാ പോയെന്ന് അറിയില്ലെങ്കിലും അവനെ തിരിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പാർക്കിലൂടെ പൂമിനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവിടെ വെച്ച് ചിന്നിനെ കാണുന്നതും നടന്ന കാര്യങ്ങളെല്ലാം പരസ്പരം പറയുന്നതും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പൂമിനെയും ജോളിയെയും തപ്പാനായിട്ട് പോകുന്നത്. അവിടെ പൂമും കിന്നും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കിൻ പറയുകയാണ്, എന്റെ ബ്രദർ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പകരം എനിക്ക് നിന്നോട് നന്നായിട്ട് പെരുമാറണം. എനിക്ക് ശരിക്കും നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോഴേക്കുമാണ് അങ്ങോട്ട് ജോളിയും മായും കൂടി എത്തുന്നത്. അങ്ങനെ കിന്നിന്റെയും പൂമിന്റെയും കൂടെ അവരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. മായ ചോദിക്കുന്നുണ്ട്, നീ എന്റെ ഫ്രണ്ടുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുവാണോന്ന്. കിൻ ജസ്റ്റ് ചിരിക്കുന്നുള്ളൂ. പക്ഷെ പൂം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നുമില്ലാന്ന്. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴേക്കുമാണ് ഇവരിയ്ക്കുന്ന സ്ഥലം പാട്രിക്കും ചിന്നും കൂടി കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവരെ പോലെ തന്നെ വേറെ 2 ആളുകളും മറഞ്ഞു നിന്നുകൊണ്ട് അവരെ നോക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ പാട്രിക്കും ചിന്നും കൂടി അവരുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. ആ സമയം മായ ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണോന്ന്. പാട്രിക് പറയുന്നുണ്ട്, ഫോളോ ചെയ്യാനോ? ഞങ്ങളോ? ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഓടാനായിട്ട് വരാറുണ്ട്, അങ്ങനെ വന്നതാ. പിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ 2 പേരെ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവരാരാണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങളെ തന്നെ നോക്കിയത്. ജോളിക്കും പൂമിനും മനസ്സിലാവുകയാണ് അവരെ ഒളിച്ചു നിന്ന് നോക്കിയത് വാമ്പയർ പോലീസുകളാണെന്ന്. ഇനിയും അവർ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ വാമ്പയർ പോലീസുകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് 2 പേരും ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവർ വീട്ടിലെത്തിയിട്ട് ഇനി എന്താ ചെയ്യാന്ന് ചർച്ച ചെയ്യുകയാണ്. പൂം പറയുന്നുണ്ട്, നമ്മുടെ മുന്നിൽ ഇനി ആകെ ഒരു വഴി മാത്രമാണ് ബാക്കിയുള്ളൂ, നമുക്കും മനുഷ്യന്മാരാകണം. അങ്ങനെയാണെങ്കിൽ ആ വാമ്പയർ പോലീസുകൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കേട്ടതും സെന്നിന് ഒരുപാട് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു വാമ്പയർ കാരണമാണ് മനുഷ്യനായിരുന്ന നീ ഒരു വാമ്പയർ ആയി മാറിയത്. അവൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണോ നീ വേറെ ഒരാളോട് ചെയ്യാൻ പോകുന്നത്? അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അനുഭവിച്ചതുപോലെ മറ്റൊരാൾ കൂടി അനുഭവിക്കണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെ സെൻ ഒരുപാട് പറയുന്നുണ്ട്. റൺ പറയുകയാണ്, മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നതിനേക്കാൾ നല്ലത് വാമ്പയർ പോലീസുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചു നിൽക്കാന്ന് പറയുമ്പം അവിടെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് വാമ്പയർ ലോകമാണ്. നമ്മുടെ പൂമിന്റെയും ഫ്രണ്ട്സിന്റെയും പാരന്റ്സ് ആ ഗവർണറിന്റെ ഓഫീസിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക ഗവർണർ ആയിട്ടുള്ള ലെക്സിനെ അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. പഴയ ഗവർണർ എങ്ങോട്ട് പോയെന്ന് അവർക്ക് ആർക്കും അറിയില്ല. അവരുടെ പഴയ ഗവർണർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ആ ഓഫീസിലേക്ക് കടക്കുന്നത്. പൂമിന്റെ അച്ഛൻ ഒരുപാട് ഞെട്ടുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ജനറൽ ആയിട്ടുള്ള ലെക്സ് ആ പഴയ ഗവർണറിനെ അവിടെ കെട്ടിയിട്ടേക്കുവാണ്. അയാൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാഡ്ജ് ആണ്. ഇപ്പോൾ ലെക്സ്
ഒരു താൽക്കാലിക ഗവർണർ മാത്രമാണ്. പക്ഷെ ആ ബഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണ അധികാരം അയാൾക്കായിരിക്കും. പിന്നെ അയാളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാനായിട്ട് ആർക്കും പറ്റില്ല. പക്ഷെ പഴയ ഗവർണർ ആണെങ്കിൽ ആ ബാഡ്ജ് കൊടുക്കാനും തയ്യാറാകുന്നില്ല. അയാൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് കാരണം എല്ലാ പോലീസും ലെക്സിന്റെ കൂടെയാണ്. അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ വാമ്പയർ പോലീസുകളെല്ലാം ഇവരെ കൊന്നുകളയും. കൂടാതെ വാമ്പയർ ലോകത്തിലുള്ള മറ്റുള്ള വാമ്പയേഴ്സിന് ഈ ലെക്സിന് ഒരുപാട് പേടിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് നേരെ ശബ്ദം ഉയർത്താൻ ആരും തയ്യാറാകില്ല. എന്നാലും നല്ല പോലീസുകളും വാമ്പയർ പോലീസിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ലെക്സിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാനായിട്ട് അവരൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പൂമിനാണെങ്കിൽ അവന്റെ ജോലിയിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. പോലീസുകളെ കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് വറീഡായിട്ട് പോകുമ്പോഴാണ് മനുഷ്യലോകത്തിൽ ജീവിച്ചിരുന്ന പൂമിന്റെ ബോയ് ഫ്രണ്ടിനെയും അവന്റെ ഗേൾ ഫ്രണ്ടിനെയും കാണുന്നത്. അയാളുടെ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഓ നീ ഇവിടെയും വന്നോ? നീ ഇപ്പോ ഒരു വെയിറ്റർ ആയിട്ടാണല്ലേ ജോലി ചെയ്യുന്നത്. നീ പണ്ട് ഇവന്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഇവനെ തട്ടിയെടുക്കാനായിട്ട് നോക്കിയില്ലേ? പൂം പറയുന്നുണ്ട് അയാൾ അവൻ അറിയത്തില്ലാന്ന്. പക്ഷെ പൂം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഡ്രിങ്ക്സ് എടുത്തിട്ട് നമ്മുടെ പൂമിന്റെ ദേഹത്തേക്ക് ഒഴിക്കാനും നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് പാട്രിക് വേഗം വന്നിട്ട് പൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതും ആ ഡ്രിങ്ക്സ് മൊത്തം പാട്രിക്കിന്റെ മേലേക്ക് വീഴുന്നതും. എന്നിട്ട് അവൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ ആളുകളെ ജോലിക്ക് വെക്കുമ്പോഴേ അവർ നല്ലവരാണോന്ന് നോക്കണം. ഇവൻ അത്ര നല്ല ആളല്ല, എന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ നോക്കിയ ആളാണ്. അപ്പോഴത്തേക്കും പാട്രിക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആളും അറിയാതായിരിക്കും, ഇതെന്റെ ബോയ് ഫ്രണ്ടാ. പിന്നെ ഇവന് ഞാൻ ഇവിടെ ജോലിക്ക് വെച്ചതല്ല. ഇവന് വീട്ടിൽ ഇരുന്നിട്ടേ ഒരുപാട് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം വെറുതെ വരുന്നതാ. ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ആ ചെക്കൻ എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവൻ പോകുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരുപാട് ദേഷ്യപ്പെട്ടോണ്ട് അവിടെ നിൽക്കാണ്. പക്ഷെ അവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കുറച്ചു കഴിയുമ്പോഴേക്കും അവൾ പോകാൻ നിൽക്കുമ്പോഴാണ് പാട്രിക് അവളെ തടഞ്ഞു നിർത്തുന്നതും ആ ഡ്രിങ്ക്സിന്റെ കാശ് തന്നിട്ട് പോകാൻ പറയുന്നതും. അങ്ങനെ അവള് ആകെ പെട്ടുപോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൂം പാട്രിക്കിനോട് ചോദിക്കുന്നുണ്ട്, നീ ഹെൽപ്പ് ചെയ്യാനാണ് അങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ എന്തിനാ പറഞ്ഞത് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്? പാട്രിക് പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം? ബോയ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞുള്ളൂ. അവൻ ശരിക്കും നിന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിരുന്നോ? പൂം പറയുകയാണ്, ഏയ് എനിക്ക് അവനെ അറിയേയില്ല, പിന്നെ എങ്ങനെ അവൻ എന്റെ ബോയ് ഫ്രണ്ട് ആവാ? പാട്രിക് പറയാണ്, ആ നീ പറഞ്ഞത് എന്തായാലും ശരിയാവും, കാരണം നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ പൂം ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. പാട്രിക് പറയാണ്, നീ എപ്പോഴും പറയാറില്ലേ നീ ഈ സിറ്റിയിലേക്ക് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ പൂമിന് ആശ്വാസം ആവുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ശരിക്കും ബോയ് ഫ്രണ്ട്സ് ആണോന്ന്? പാട്രിക് പറയാണ്, ഏയ് നമ്മൾ ബോയ് ഫ്രണ്ട്സ് ഒന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നമ്മളെ ഹസ്ബൻഡും വൈഫും ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. ആ സമയം പൂമോനെ കളിയാക്കുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്നും കൂടി പറയുന്നുണ്ട്. അവിടെ ജോളി പറയാണ്, റൺസൺ, നാളെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നിങ്ങളുടെ കല്യാണല്ലേ, നിങ്ങൾ റെഡി ആയോ? മിക്സ് പറയാണ്, ജോളി ഇവരെ കണ്ടിട്ട് നിനക്കിത് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? അവരിപ്പോൾ കല്യാണം കഴിക്കാനും റെഡിയാണ്. ജോളി എന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. മിക്സ് പറയുന്നുണ്ട്, ഗായ്സ് ജോളിയെ ഒറ്റയ്ക്ക് വിട്ടത് ശരിയായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അവരാണെങ്കിൽ അവരുടെ ലോകത്തിലാണ് കേട്ടോ, അത് ചോദിക്കണ്ടായിരുന്നു എന്ന് മിക്സിന് ഇപ്പൊ തോന്നുന്നുണ്ട്. അങ്ങനെ ജോളി ഒറ്റയ്ക്ക് നടന്നു പോവാണ്. അപ്പോഴാണ് ആ വാമ്പയർ പോലീസ് വരുന്നതും പ്രശ്നമുണ്ടാക്കാതെ അവരുടെ കൂടെ പോകാനായിട്ട് പറയുന്നതും. പക്ഷെ ജോളി തീരുമാനിച്ചിട്ടുള്ളത് ഫൈറ്റ് ചെയ്തിട്ടായാലും ഇവിടെ നിൽക്കണം എന്നാണല്ലോ. അങ്ങനെ അവൾ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചിഹ്നം അങ്ങോട്ട് കടന്നു വരുന്നതും അവനൊരു അടി കൊടുക്കുന്നതും. എന്നിട്ട് ജോളിയോട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വാമ്പയർ പോലീസ് ആണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും ചിൻ പറയാണ്, ഇത്രയ്ക്കൊക്കെ വലുതായില്ലടാ, കുട്ടികളുടെ വെപ്പ് പല്ലും വെച്ചോണ്ടാണോ നീ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത്? ഇത് അഴിച്ചു വെച്ചിട്ടേ വല്ല പണിക്കുമ്പോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടടി കൂടി കൊടുക്കുവാണ്. പാവം വാമ്പയർ പോലീസിനാണെങ്കിൽ ഇതിനും വലിയ നാണക്കേട് ഇനി വരാനും പോകുന്നില്ലല്ലോ. അങ്ങനെ പാവം ആകെ ചമ്മിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജോളി ചോദിക്കുന്നുണ്ട്, നിനക്ക് വാമ്പേഴ്സിനൊന്നും പേടിയില്ലേന്ന്? ചിൻ പറയാണ്, വാമ്പേഴ്സോ
അങ്ങനത്തെ ഒരു സാധനം ഈ ഭൂമിയിലില്ല. അതൊക്കെ വെറും കഥകളല്ലേ. അത് ശരിക്കുള്ള പല്ലൊന്നല്ല. കുട്ടികളുടെ വെപ്പുപല്ല് മോഷ്ടിച്ചു കൊടുന്നേക്കുക എന്നിട്ട് പേടിപ്പിക്കാൻ നോക്കുക. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ. ഞാനേ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. എനിക്ക് കുറെ മൂസ് അറിയാന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ മൂസ് കാണിക്കുന്നുണ്ട്. ജോളിയാണെങ്കിൽ അവനോട് നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ചിന്നാണെങ്കിൽ അവൻ പഠിച്ചതെല്ലാം കാണിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവസാനം ജോളിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ നിർത്തുന്നത്. ഇനി കാണിക്കുന്നത് പൂമിന്റെയും പാട്രിക്കിന്റെയും ഭാഗമാണ്. പൂം ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ നോക്കുന്നത് മുഴുവൻ പാട്രിക്കിന് തന്നെയാണ്. അങ്ങനെ അവസാനം പാട്രിക്ക് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പൂമാണെങ്കിൽ എന്തിനാ അവനെ കിസ് ചെയ്തത്? അവന്റെ മുഖത്തൊക്കെ പൊടിയാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും പാട്രിക് ആണ് പൂമിന് ക്രീം തേച്ചു കൊടുക്കുന്നത്. പൂം തിരികെയും തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കിടക്കാൻ പോകുമ്പോൾ പാട്രിക് അവന് ഒരു ചെറിയ ഡോള് കൊടുക്കുന്നുണ്ട്. അതിനെ പൂവിന് ഒരുപാട് ഇഷ്ടാവും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് ഈ ഡോള് കൊടുത്തതെന്ന്. പാട്രിക് പറയാണ്, ഇന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരു കടയിൽ കണ്ടതാ. എനിക്കിതിനെ കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടായി. അതുകൊണ്ടാണ് ഇതിനെ നിനക്ക് വേണ്ടി മേടിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നീ രാത്രി എപ്പോഴും എന്നെ ഹഗ് ചെയ്യാറുണ്ട്. ഇന്ന് മുതലേ നീ ഇതിനെ ഹഗ് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ പൂം വിശ്വസിക്കുന്നില്ല കേട്ടോ അവൻ പാട്രിക്കിനെ ഹഗ് ചെയ്യുന്നുണ്ടെന്ന്. എന്നാലും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പാട്രിക് പറയാണ്, ഈ ഡോളെ ശരിക്കും നമ്മളെ പോലെയാ. ഉള്ളിലുള്ള ബിയർ ശരിക്കും എന്നെ പോലെ, പുറത്തുള്ള റാബിറ്റ് നിന്നെ പോലെ നല്ല ക്യൂട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉറങ്ങാന്നും പറഞ്ഞു പോവാണ്. കിടന്നു കഴിഞ്ഞിട്ട് പാട്രിക് പൂമിന്റെ അടുത്തേക്ക് നീങ്ങിക്കിടക്കാനൊക്കെ നോക്കുന്നുണ്ട്. പൂമും അത് തന്നെയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പാട്രിക് നീങ്ങിക്കിടന്നത് പൂമിനും പൂമ് നീങ്ങിക്കിടക്കുന്നത് പാട്രിക്കിനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുവാട്ടോ. ഇനി അവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ.